नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 48. ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രർ. പേജ് നമ്പർ 452. തൻ്റെ മുമ്പിൽ കൃഷ്ണൻ ഇല്ലാതിരുന്നിട്ടും മുഖാമുഖം കാണത്തക്ക വിധം കൃഷ്ണൻ അവിടെയുണ്ടെന്ന മട്ടിലാണ് കുന്തി കൃഷ്ണനോട് പ്രാർത്ഥിച്ചത്. കുന്തിയുടെ പാദമുദ്രകളെ പിന്തുടരുന്ന ആർക്കും ഇതു സാധിക്കാവുന്നതേയുള്ളൂ. കൃഷ്ണൻ്റെ സ്വരൂപ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തൻ്റെ ആത്മീയ ശക്തി കൊണ്ട് അദ്ദേഹം എല്ലായിടത്തും സാന്നിധ്യം കൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിന് ആത്മാർത്ഥമായി വിധേയനാകുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. ഉള്ളിൽ തട്ടുമാറ് കൃഷ്ണനോട് പ്രാർത്ഥന നടത്തുമ്പോൾ സ്വയം നിയന്ത്രിക്കാനാവാതെ കുന്തി അക്രൂരൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുപോയി. വിതുരരും അവിടെയുണ്ടായിരുന്നു. വിതുരരും അക്രൂരനും പാണ്ഡവ മാതാവിനോട് അങ്ങേയറ്റത്തെ സഹതാപം പ്രകടിപ്പിച്ചു. മക്കളായ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്നിവരുടെ മഹിമാനങ്ങളെ പ്രകീർത്തിച്ച് അവർ ദേവിക്കാശ്വാസമരുളി. മക്കൾ അത്യാസാധാരണ ശക്തിയുള്ളവരാണെന്നോർമ്മിപ്പിച്ചുകൊണ്ട് അവർ കുന്തിയെ സമാധാനിപ്പിച്ചു. യമരാജൻ, ഇന്ദ്രൻ, വായു എന്നീ മഹാദേവന്മാരുടെ മക്കളായ അവർ കൂടെയുള്ളപ്പോൾ കുന്തി എന്തിന് ആകുലപ്പെടണം? കുന്തിയുടെയും മക്കളുടെയും അത്യന്തം പരിതാപകരമായ അവസ്ഥ താൻ കണ്ട രീതിയിൽ അറിയിക്കാനായി മടങ്ങിപ്പോകാൻ അക്രൂരൻ തീരുമാനിച്ചു. ആദ്യം ധൃതരാഷ്ട്രരെ ഉപദേശിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പാണ്ഡവർക്കു തികച്ചും പ്രതികൂലവും സ്വന്തം മക്കൾക്ക് അങ്ങേയറ്റം അനുകൂലവുമായ നിലപാടാണ് ധൃതരാഷ്ട്രർ സ്വീകരിച്ചിരുന്നത്. ബന്ധുമിത്രാദികളോടൊപ്പം കുന്തിയുടെയും ധൃതരാഷ്ട്രരുടെയും സാന്നിധ്യത്തിലാണ് അക്രൂരൻ അദ്ദേഹത്തോടു സംസാരിച്ചത്. വൈചിത്രവീര്യ എന്നാണു അക്രൂരൻ ധൃതരാഷ്ട്രരെ സംബോധന ചെയ്തത്. വൈചിത്രവീര്യൻ എന്നാൽ വിചിത്രവീര്യൻ്റെ പുത്രൻ എന്നർത്ഥം. എന്നാൽ സത്യത്തിൽ ധൃതരാഷ്ട്രർ വിചിത്രവീര്യനു പിറന്നവനല്ല, വ്യാസദേവനു പിറന്നവനാണ്. ഒരാൾക്ക് സന്താനോൽപാദനം നടത്താൻ കഴിവില്ലാതെ വന്നാൽ അയാളുടെ ഭാര്യയിൽ അയാളുടെ സഹോദരൻ സന്താനോൽപാദനം നടത്തുന്ന സമ്പ്രദായം
അക്കാലത്തു നിലവിലിരുന്നു. കലിയുഗത്തിൽ അതു വിലക്കപ്പെട്ടിരിക്കുകയാണ്. ധൃതരാഷ്ട്രർ നേരായ പിതാവിനു പിറന്നവനല്ലെന്ന പരിഹാസമാണ് വൈചിത്രവീര്യൻ എന്ന് അക്രൂരൻ നടത്തിയ സംബോധനയിൽ ഒളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വ്യാസദേവന്റെ മകനാണ്. തൻ്റെ ഭാര്യയിൽ തൻ്റെ സഹോദരനാണു പുത്രോത്പാദനം നടത്തിയതെങ്കിലും തനിക്കു തന്നെയാണ് ആ കുട്ടിയുടെ മേൽ അവകാശമെന്ന് പറയാറുണ്ട്. എന്നാൽ താനല്ല പുത്രോത്പാദനം നടത്തിയതെന്നുള്ളതാണു സത്യം. പാരമ്പര്യത്തിൻ്റെ പേരിൽ സിംഹാസനത്തിനുള്ള ധൃതരാഷ്ട്രരുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് ഈ പരിഹാസം നിറഞ്ഞ സൂചനയിൽ തെളിയുന്നു. വാസ്തവത്തിൽ പാണ്ഡുവാണു അവകാശമുറയ്ക്കുള്ള രാജാവ്. പാണ്ഡുപുത്രന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ധൃതരാഷ്ട്രർ സിംഹാസനം കൈയടക്കാൻ പാടില്ലായിരുന്നു. അക്രൂരൻ തുടർന്നു, പ്രിയപ്പെട്ട വൈചിത്രവീര്യ, അങ്ങ് പാണ്ഡവരുടെ സിംഹാസനം നിയമവിരുദ്ധമായി കൈയടക്കിയിരിക്കുകയാണ്. അതെന്തു തന്നെയായാലും അങ്ങാണിപ്പോൾ സിംഹാസനത്തിലിരിക്കുന്നത്. അതിനാൽ ധാർമ്മികവും നീതിശാസ്ത്രപരവുമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം രാജ്യഭാരം നടത്താനെന്നു അങ്ങയെ ഞാൻ ഉപദേശിക്കുന്നു. അങ്ങനെ ഭരണം നടത്തി പ്രജകളെ ആ വഴിക്കു നയിച്ചാൽ അങ്ങയുടെ പേരും പെരുമയും എക്കാലവും നിലനിൽക്കും. തൻ്റെ സഹോദരപുത്രന്മാരായ പാണ്ഡവരെ ഉപദ്രവിക്കുമ്പോൾ അവരും തൻ്റെ പ്രജകളാണെന്ന കാര്യം ധൃതരാഷ്ട്രർ മറക്കരുതെന്ന് സൂചിപ്പിക്കുകയാണിവിടെ ചെയ്യുന്നത്. സിംഹാസനത്തിനുടമകളെന്ന രീതിയിൽ അവരോട് പെരുമാറുന്നില്ലെങ്കിൽ പോലും സ്വന്തം പ്രജകളെന്ന നിലയിൽ അവരുടെ ക്ഷേമത്തെക്കുറിച്ചു നിഷ്പക്ഷമായി ചിന്തിക്കുകയും സ്വന്തം മക്കളോടെന്ന പോലെ അവരോട് പെരുമാറുകയും വേണം. ഈ തത്വം അനുസരിക്കാതെ നേരെ മറിച്ചാണു പെരുമാറുന്നതെങ്കിൽ അങ്ങയുടെ ജനസമ്മതി നഷ്ടപ്പെടും. അടുത്ത ജന്മത്തിൽ നാരകീയമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരികയും ചെയ്യും. അതിനാൽ സ്വന്തം മക്കളെയും പാണ്ഡുപുത്രന്മാരെയും തുല്യരായി കരുതി അങ്ങു പെരുമാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പാണ്ഡവരെയും സ്വന്തം മക്കളെയും തുല്യരായിട്ടല്ല ധൃതരാഷ്ട്രർ കാണുന്നതെന്നും ഈ പോക്ക് പോയാൽ പുത്രന്മാരും സഹോദരപുത്രന്മാരും തമ്മിൽ യുദ്ധം അനിവാര്യമായി തീരുമെന്നുമാണ് അക്രൂരൻ്റെ സൂചന. പാണ്ഡവരുടെ ഭാഗത്താണു നീതിയെന്നിരിക്കെ ആ യുദ്ധത്തിൽ അവർ വിജയിക്കുകയും ധൃതരാഷ്ട്രരുടെ മക്കൾ കൊല്ലപ്പെടുകയും ചെയ്യും. അക്രൂരൻ ധൃതരാഷ്ട്രരോടു നടത്തിയ ഒരു പ്രവചനമായിരുന്നു ഇത്. ഹരേ കൃഷ്ണ.